കൊല്ലത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ കേന്ദ്ര സംഘം എത്തി. കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത്. സ്ഥലം സന്ദർശിച്ച സംഘം തീരദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിൽ കൊല്ലത്ത് താന്നി മുതൽ മുണ്ടക്കൽ വരെ നിരവധി വീടുകളാണ് കടലെടുത്തത്. വിഷയത്തിൽ അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാരോപിച്ച റോഡ് ഉപരോധമടക്കമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി തീരദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ഫിഷറീസ് സംഘം പ്രശ്നബാധിത മേഖലയിൽ പരിശോധനയ്ക്കായി എത്തിയത്. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ സോണൽ ഡയറക്ടർ സിജോ പി വർഗീസ്, ഫിഷറീസ് സയന്റിസ്റ്റ് സോളി സോളവൻ, എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ജോഷ് അശോകൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് പരിശോധന നടത്തിയത്. കടലേറ്റം രൂക്ഷമായ മുണ്ടക്കൽ, വെടിക്കുന്ന് പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വീട് നഷ്ടപ്പെട്ടവരോടക്കം വിശദമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കടലാക്രമണമായിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിനെപ്പറ്റി പഠിക്കാൻ മാത്രമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറും പരിശോധനാ സംഘത്തിനൊപ്പം എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ച കൃഷ്ണകുമാർ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട തീരദേശവാസികളുടെ ദുരിതാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിശോധനാ സംഘം എത്തിയതും. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. അതുകൊണ്ട് മന്ത്രി നേരിട്ട് വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേന്ദ്ര ഫിഷറീസ് സംഘത്തെ ഇന്നിവിടെ അയച്ചിരിക്കുന്നു. അവർ വന്ന് ഈ പ്രദേശം മുഴുവൻ കണ്ടിരിക്കുന്നു. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കും. ഉടനെ 2 ദിവസത്തിനുള്ള നടപടി നല്ല പറഞ്ഞു വരുന്നത്. ശക്തമായൊരു പരിഹാര മാർഗത്തിന് വഴി തേടാനുള്ളതാണ്. കാരണം ഒരു ജൂൺ മാസം കഴിയുമ്പോഴത്തേക്ക് സർക്കാർ പുതിയതായിട്ട് വരും. വന്നു കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് വീണ്ടും ഒരു സംഘത്തെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ശാശ്വതമായ പരിഹാരത്തിന് നടപടി എടുക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഫിഷറീസ് സംഘം ഇവിടെ വന്നിരിക്കുന്നത്. 3 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന ജില്ലാ കളക്ടർ N ദേവിദാസിന്റെ ഉറപ്പിലാണ് കഴിഞ്ഞ ദിവസം തീരദേശവാസികൾ സമരം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം.